ഹായ് ഫ്രണ്ട്സ്, ഗോൾഡ് വുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനേഷാണ്, സുനേഷ് നിലമ്പൂരാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു മടിയൻ ചെയർ, അതായത് നല്ല അടിപൊളി ഫുൾ കാതലില് നമ്മളെ കണ്ണൂരിലെ ധനേഷേറിന് വേണ്ടിയിട്ടാണ് നമ്മളെ അടിപൊളി ഒരു മടിയൻ ചെയർ, അതായത് ഈസി ചെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് നിലമ്പൂർ ഫോറസ്റ്റ് തേക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ നിലമ്പൂർ ഫോറസ്റ്റ് തേക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതാണ് ചെയർ. ഇത് ഫുൾ കാതല് തേക്കിലാണ് ഉണ്ടാക്കിയില്ല കേട്ടോ. ഇത് അതേപോലെ തന്നെ ഇത് 3 അടി വണ്ണുള്ള മരത്തിലാണ് നമ്മൾ ചെയ്യല് കേട്ടോ. അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയാവുണ്ട്. അതായത് 9 രൂപ മുതൽ ഫർണിച്ചറുകാർ കൊടുക്കേണ്ടതിന് നമ്മള് 9 രൂപയ്ക്കൊന്നും കൊടുക്കണില്ല കേട്ടോ. സിറ്റ് ഔട്ടിൽ ഇടാൻ ഉള്ളതായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന് കൂടുതൽ പരിക്കും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഫുള്ള് ക്ലിയറിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുൾ കാതലിലാണ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പൊ കാതലാണോ ഫുൾ കാതലാണോ അല്ലെങ്കിൽ മീഡിയം കണ്ടീഷൻ ആണോ എന്നുള്ളത് കണ്ടാൽ തന്നെ നമുക്കറിയാം. മടിയൻ ചെയറിൽ നമ്മൾ ഇരുന്ന് കാണിച്ചു തരാം. ഇതാണ്. ഇതിന് വെറുതെ എല്ലാം മടിയൻ ചെയർ പറഞ്ഞിട്ടോ. ഇത് ഭയങ്കര സുഖമാണ്. ഇത് നമ്മൾ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അന്ന് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഇതിനുള്ള ഓർഡറും കിട്ടിയിട്ടില്ല. പിന്നെ ഇതിന് കുറച്ചു നേരം മെനക്കണം. അപ്പൊ അതുകൊണ്ട് വേറെ ഓർഡർ കിട്ടുമ്പോ അതിലേക്ക് തുനിയലാണ്. ഇപ്പൊ ധനേഷേറിന് ഇത് വേണമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ധനേഷേറിന് ഈ ചെയർ ഉണ്ടാക്കി കൊടുക്കുകയാണ്. കാലുകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മള് ഇതിന് വെറും ബോൾട്ട് അല്ലടാ നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മളൊരു പ്രത്യേകത, ബോൾട്ടിന്റെ ഉള്ളിൽ മരത്തിന് തേയ്മാനം വരാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ, അതായത് ഈ ബോൾട്ടിന്റെ ഉള്ളിൽ നമ്മളൊരു പൈപ്പ്, ചെറിയ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് കാണൂല. നമുക്ക് അതായത് മരത്തിന് തേയ്മാനം വരാതാക്കാൻ വേണ്ടിയിട്ട് ഈ ബോൾട്ടിലാണുള്ളത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാരുന്ന സമയത്ത് ബോൾട്ടിലാണുള്ളത് ഇങ്ങനെ ഇളകല്. അപ്പൊ ഇളകുന്ന സമയത്ത് തേയ്മാനം വരാക്കാൻ വേണ്ടി നമ്മൾ ഒരു 1/2 ഇഞ്ചിന്റെ പൈപ്പ് നമ്മളതിൽ കട്ട് ചെയ്തിട്ട് കാണാത്ത രീതിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. കൊണ്ട് എത്ര കാലം യൂസ് ചെയ്താലും ഇതിന്റെ മരത്തിന് തേയ്മാനം വരില്ല കേട്ടോ. അടി വണ്ണുള്ള തേക്കിൽ ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് അതായത് ഉറപ്പ് വേണം. പിന്നെ കമ്പൊന്നും ഇല്ലാത്ത കഷ്ണത്തിമെന്നാണ് നമ്മൾ എതിർത്ത് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത് ഡാമേജ് ഒരിക്കലും വരില്ല. പിന്നെ ഇതിന്റെ ബെൽറ്റ് പറഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബെൽറ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ബെൽറ്റാണ്. പിന്നെ ഓരോ റീപ്പറിനും നമ്മൾ ഈ 2 സ്ക്രൂ വെച്ച് നമ്മൾ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും, പിന്നെ ഇത് സ്ക്രൂ ചെയ്യണത് നമ്മൾ പശട്ടിട്ടാണ് ഇത് സ്ക്രൂ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഒരിക്കലും ഇളകോ പറയേ അങ്ങനത്തെ യാതൊരുവിധ സംഭവം ഇതിൽ സംഭവിക്കൂല. ഇന്നത്തെ വീഡിയോയിലൊക്കെ വരാണ്ട് ഫുൾ കാതിൽ സാധനങ്ങൾ ഇനിയും വരാണ്ട് കേട്ടോ. അതായത് ജനല്, വാതില് ഇതൊക്കെ വരാണ്ട്. ഫർണിച്ചർ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര തന്നെയുള്ളൂ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ നമ്മൾ നിങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഫോളോ ചെയ്തിട്ടൊക്കെ നമ്മളിത് പ്രോത്സാഹിപ്പിക്കാം കേട്ടോ. അപ്പൊ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ.